Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷവോമിന്റെ ഒരു Redmi Watchന്റെ അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ്. അപ്പോൾ ഷവോമിന്റെ Redmi സീരീസിലെ ഫസ്റ്റ് സ്മാർട്ട് വാച്ച് ആണ് Redmi സ്മാർട്ട് വാച്ച്. അപ്പോൾ നമുക്കറിയാം ഷവോമി ഓൾറെഡി Mi Watch Revolve എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. അത് ഓൾമോസ്റ്റ് ലൈക്ക് 10,000 റുപ്പീസ് ആയിരുന്നു പ്രൈസ്. ഇപ്പോൾ ഇത് ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചാണ്, Redmi സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ Redmi വാച്ച് കാണാം. അപ്പോൾ ഇത് 3 കളറിലാണ് അവൈലബിൾ ആവുന്നത്. ഐവറി, ബ്ലാക്ക്, പിന്നെ ബ്ലൂ, പിന്നെ സ്ട്രാപ്പാണ് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. Redmi ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല, അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അറിയില്ല. ഇത് അറൗണ്ട് 4,000-5,000 പ്രൈസ് സെഗ്മെൻറ്റ് ഇടയിലായിരിക്കാണ് വരാൻ ചാൻസ്. അപ്പോൾ 4,500 അല്ലെങ്കിൽ 4,999 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് വാച്ചാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് കൂടി നോക്കാം. എന്നിട്ട് വാച്ചിലേക്ക് വരാം. ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്, യൂസർ മാനുവലാണ്. എങ്ങനെയൊക്കെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാം എന്നൊക്കെയുള്ള മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു 1.4 ഇഞ്ചസ് TFT LCD ഡിസ്പ്ലേയാണ് വരുന്നത്. 320x320 പിക്സൽസ് ആണ് വരുന്നത്. 323 പിക്സൽസ് പെർ ഇഞ്ചാണ് വരുന്നത്. TPU ആണ് സ്ട്രാപ്പ് മെറ്റീരിയൽ. അതേപോലെ തന്നെ 35 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്. 2 അവേഴ്സിന് താഴെയാണ് ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, ആക്സിലോമീറ്റർ, ജൈറോസ്കോപ്പ്, ഇലക്ട്രോണിക് കോമ്പസ്, ബാരോമെട്രിക് പ്രഷർ സെൻസർ, ആംബിയൻ ലൈറ്റ് സെൻസർ എല്ലാം തന്നെ ഉണ്ട്. പിന്നെ GPS കൂടി ഈ വാച്ചിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. വാട്ടർ റെസിസ്റ്റൻസ് ആണ്. ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 230 mAh ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ചാർജിങ് ഡോക്കാണ്. അപ്പോൾ ഇതാണ് ചാർജിങ് ഡോക്ക്, ഒരു പ്രൊപ്രൈറ്ററി ചാർജിങ് ഡോക്കാണ്. നിങ്ങൾക്ക് കാണാം Redmi ബ്രാൻഡിങ്ങും കാണാം. അതേപോലെ തന്നെ ഒരു USB കേബിളും കാണാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചാർജിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് വാച്ച് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കൂടി പറയാം. അപ്പോൾ ഇതാണ് വാച്ച്. അപ്പോൾ നമ്മൾ വാച്ച് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിൻ സ്ക്രീൻ കാണാൻ. നിങ്ങൾക്ക് ഒരു 1.4 ഇഞ്ചസ് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് 2.5D കർവ്ഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഇപ്പോൾ TFT ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നല്ല കളേഴ്സാണ് വരുന്നത്, നല്ല വ്യൂയിങ് ആംഗിൾസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടച്ച് റെസ്പോൺസും ആണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. AMOLED അല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ബട്ടൺ കാണാം, ഒരു ക്രോം ഫിനിഷ് കാണാം. ബട്ടണിലേക്ക് നമുക്ക് വരാം. പിന്നെ സ്ട്രാപ്പ് TPU മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് സ്ട്രാപ്പ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി, നമുക്ക് വേണ്ടേ റിമൂവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം. എക്സ്ചേഞ്ചബിൾ സ്ട്രാപ്പ് നമുക്ക് വാങ്ങാൻ സാധിക്കും. വേണ്ട ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസറാണ് വരുന്നത്. പിന്നെ ചാർജിങ് ഡോക്കുമാണ് വരുന്നത്. Redmi ബ്രാൻഡിങ് കാണാം. മെറ്റീരിയൽ ക്വാളിറ്റി ആക്ച്വലി വളരെ നല്ലതാണ്, നല്ലൊരു ഫിനിഷാണ്. TPU മെറ്റീരിയൽ ആണെങ്കിൽ വളരെ സോഫ്റ്റ് ഫിനിഷാണ്. പിന്നെ വെയ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ഡിസൈനാണ് വരുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഡയൽ കുറച്ചും കൂടി ഒന്ന് വലുതാവായിരുന്നു. പ്രോബ്ലി ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1.6 ഇഞ്ചൊക്കെ ആവായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ചെറിയ ഹാൻഡ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വലിയ കൈയാണെങ്കിൽ പൊതുവേ ഇത് കുറച്ചൊരു ചെറുതായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് Redmi വാച്ചിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് പറയാം. മുകളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നോട്ടിഫിക്കേഷൻസ് ആണ്. താഴെ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ബേസിക് ഫംഗ്ഷൻസ് എല്ലാം കാണാം. ടോർച്ച്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, സെറ്റിങ്സ്, സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഹാർട്ട് റേറ്റ് കാണാം, സ്ലീപ്പ് ക്വാളിറ്റി കാണാം. പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്, എയർ ക്വാളിറ്റി ഇൻഡെക്സും കാണാം. അതേപോലെ തന്നെ കാലറീസ് ബേൺ ഉണ്ട്. പിന്നെ ഫോൺ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മ്യൂസിക്കും കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് കാണാം. വർക്കൗട്ട് മോഡ്സ് കാണാം. അപ്പോൾ ഔട്ട്ഡോർ റണ്ണിങ്, ട്രെഡ്മില്ല്, ഇൻഡോർ സൈക്ലിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. ക്രിക്കറ്റ് മോഡ് വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ആക്ടിവിറ്റി ട്രാക്കിംഗ് ആണ്. പിന്നെ നമ്മൾ ഡെയിലി സ്റ്റാറ്റ്സ് കാണാം. കാലറീസ് എത്ര ബേൺ ചെയ്തു, പിന്നെ സ്റ്റെപ്സ് എത്ര എടുത്തു, സ്റ്റാൻഡിങ് അലേർട്ട്സ്, അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണ്. പിന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് ആണ്. അപ്പോൾ സ്ലീപ്പ് ട്രാക്കിംഗ് നമുക്ക് ആവറേജ് എത്ര നേരം കിടന്നു, എത്ര നേരം ലൈറ്റ് സ്ലീപ്പായിരുന്നു, എത്ര നേരം ഡീപ്പ് സ്ലീപ്പായിരുന്നു, അവേക്ക് എത്ര നേരമായിരുന്നു ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കോമ്പസ് ആണ്.
പിന്നെ എയർ പ്രഷർ മെഷർമെൻറ്റും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മ്യൂസിക് കൺട്രോൾ, പിന്നെ സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ബേസിക് ഫങ്ഷൻസ്, വെതർ, അങ്ങനത്തെ എല്ലാം തന്നെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വാച്ച് ഫേസ് നമുക്ക് മാറ്റാം. വാച്ച് ഫേസ് ആക്ച്വലി ആപ്പിലും ഒരുപാട് അഡീഷണൽ വാച്ച് ഫേസസ് ഇൻക്ലൂഡഡ് ആണ്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ നമുക്ക് മെഷറിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഈ വാച്ചിൻ്റെ ഫീച്ചേഴ്സ് കൂടി ഒന്ന് പറയാം, ആപ്പ് ഫീച്ചേഴ്സ് കൂടി പറയാം. അപ്പോൾ ഷവമി വെയർ ലൈറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വാച്ചിലെ ആപ്പ്. അപ്പോൾ നമുക്ക് കാണാം റെഡ്മി വാച്ച് കണക്റ്റഡ് ആൻഡ് സിങ്കിങ് ആണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാം. ഇന്നത്തെ സ്റ്റെപ്സ്, കാലറീസ്, ടോട്ടൽ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്റ്റാൻഡിങ് എനർജി, അങ്ങനെയെല്ലാം തന്നെ നമുക്കിവിടെ ഒരു ബ്രീഫായി കാണാം. പിന്നെ വർക്കൗട്ട് മോഡ്സിൻ്റെ നമുക്കിവിടെ GPS കിട്ടണ കാര്യം വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും GPS ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ട്രെഡ്മിൽ, വാക്കിംഗ്, അങ്ങനത്തെ എല്ലാം തന്നെ നമുക്ക് വർക്കൗട്ട്സ് നമുക്ക് ഇതിനകത്ത് മെഷർ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വാച്ച് ഫേസസ് മാറ്റാനുള്ള ഓപ്ഷൻ കാണാം. പിന്നെ ഓൺലൈൻ കണ്ടില്ലേ, ഒരുപാട് വാച്ച് ഫേസസ് നമുക്കിവിടെ ഉണ്ട്. ഓൺലൈൻ അറൗണ്ട് 200 വാച്ച് ഫേസസ് ഉണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വാച്ചിലേക്ക് സിങ്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നോക്കാം. അതായത് ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഫോൺ കോൾസോ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആപ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയ ഫങ്ഷനാലിറ്റി നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസർ ഒന്ന് നോക്കാം. അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കെട്ടി വാച്ച് ഒന്ന് വെയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. എൻ്റെ കൈ ആക്ച്വലി വളരെ സ്മോളാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈ കുറച്ച് വലിയ കൈയാണെങ്കിൽ, കുറച്ച് തടിയുള്ള കൈയാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ ചെറുതായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാം. അപ്പോൾ ഹാർട്ട് റേറ്റ് നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഞാൻ നേരത്തെ പോലെ സ്ലീപ്പ് ട്രാക്കിംഗ് എല്ലാം ഉണ്ട്. പിന്നെ ഈ വാച്ചിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് ബ്ലഡ് ഓക്സിജൻ ലെവൽ മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് ഒരു മേജർ ഇഷ്യൂ. കാരണം ഒരുവിധം എല്ലാ വാച്ചിലും ഇപ്പോൾ നമുക്ക് SpO2 അതായത് ബ്ലഡ് ഓക്സിജൻ ലെവൽ മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്കത് കിട്ടുന്നില്ല, ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതൊരു പോരായ്മയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ബാക്കി എല്ലാം കൊണ്ടും തന്നെ എനിക്കൊന്ന് കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്. ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ 10 days ഓഫ് ബാറ്ററി ലൈഫാണ് കമ്പനി അവകാശപ്പെടുന്നത്. എങ്കിൽ നമുക്കൊരു 7 to 8 days ഈസിലി കിട്ടും. പിന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസൊക്കെ ബേസ് ചെയ്തിരിക്കും, അതേപോലെ വർക്കൗട്ട് മോഡ്സിനൊക്കെ ബേസ് ചെയ്തിരിക്കും. എങ്കിലും നമ്മളൊരു ആവറേജ് നിലയ്ക്ക് ഒരാഴ്ച ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫാണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഇതിനകത്ത് SpO2 ഇല്ല എന്നുള്ളതാണ്, ബ്ലഡ് ഓക്സിജൻ ലെവലുള്ള ഇല്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ എനിക്കൊന്ന് കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്. നല്ല ഫീച്ചേഴ്സൊക്കെ തരുന്ന ഒരു വാച്ചാണ് റെഡ്മി സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി സ്മാർട്ട് വാച്ചിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ വാച്ചിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എത്രയാണെന്നുള്ളത്. 4000 to 5000 ഇടയിലാവാനാണ് ചാൻസ്. അപ്പോൾ പ്രൈസിംഗ് അനൗൺസ് ചെയ്താൽ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ആസ് ഓഫ് നൗ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല, പ്രൈസിംഗ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അറൗണ്ട് 5000 അല്ലെങ്കിൽ 4000 കാറ്റഗറിയിലാവാനാണ് ചാൻസ്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി വാച്ചിൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.